ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടൂർ പാക്കിങ്ങിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഒരു 5 ദിവസത്തെ ടൂർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് മൂകാംബികയിലോട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം 9:39 ആയിട്ടുണ്ട് സമയം. നമ്മളൊരു 4 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇപ്പൊ രാത്രിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ദൂരം എത്തിയതിനു ശേഷം ഒരിടത്ത് നിർത്തി ചായ കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏകദേശം ഏറ്റുമാനൂര് കഴിഞ്ഞ് കുര്യനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കറക്റ്റ് ഒരു റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ടൂർ ബാക്കിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ സാധനങ്ങളെല്ലാം ബാക്കിൽ തന്നെ ഉണ്ട്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത സമയത്തൊരു കാർ ബെഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഓൺലൈൻ അത് ഏകദേശം എത്രയായി? 1800 കേട്ടോ അതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മള് കാറിൽ വെച്ച് തന്നെ എയർ പമ്പ് ചെയ്ത് അതിൽ ബെഡ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. കൊച്ചു ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ബെഡ്. ഇതാണ് മോള് കിടന്നുറങ്ങുന്നുണ്ട്. കാണാനായിട്ട് കണ്ടല്ലേ, മോള് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ബെഡ്. ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 3 പേരും ഉറക്കമായിരുന്നു. അപ്പൊ 3 പേരും ബാക്കിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പം ഇപ്പൊ നമ്മള് യാത്രയിലാണ് ഇപ്പം. അപ്പൊ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പൊ അല്ല, അവിടെ നമ്മൾ തിരുവനന്തപുരം തൊട്ട് മൂകാംബിക വരെ 769 ആണ് നമ്മൾ മാപ്പിൽ കണ്ട കിലോമീറ്റർ ആണെന്ന് പറയുന്നത്. ഇനി നമ്മളിങ്ങനെ 30 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ നമ്മള് പതുക്കെയാണ് കേട്ടോ പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മൂകാംബിക എത്തുന്ന കണക്കിനല്ല, എത്തില്ല. അപ്പൊ നമ്മള് നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പകലുള്ള ഡ്രൈവാണ് കൂടുതലും പ്രിഫർ ചെയ്താണ് പോകുന്നത്. കാരണം അത്യാവശ്യം വളവും തിരിവൊക്കെയുള്ള റോഡാണ്. അത് മാത്രമല്ല നൈറ്റ് ഡ്രൈവ് നമ്മള് കുട്ടികളൊക്കെ കൊണ്ട് പാടായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു 6 മണി വരെ നമ്മള് ഡ്രൈവിങ്ങിലായിരിക്കും. 6 മണിക്ക് എവിടെ എത്തുന്നോ അവിടെ നമ്മള് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം 9:45 ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയം നമ്മളിവിടെ ഇവിടെ തൃശ്ശൂർ എത്താറായ മൂവാറ്റുപുഴ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് എത്ര ദൂരം എത്തുമെന്ന് അറിയില്ല. എന്നാലും ഏകദേശം എവിടെ കണ്ണൂരല്ലേ? കണ്ണൂർ സ്റ്റേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ര എത്തുകയാണെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ എവിടെയാണോ 6 മണിക്ക് എത്തുന്നത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. ആ കണക്കിനാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ രാവിലെ നമ്മള് ഇഡലിയും ചമ്മന്തിയും ഉഴുന്നോടെയൊക്കെ ആയിട്ട് ഒരു 8 മണിക്ക് നമ്മൾ ഫുഡ് കഴിച്ചല്ലേ? 8 മണിയൊക്കെ ആയപ്പോ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി ഉച്ചയ്ക്കുള്ള ചോറ്, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ റൂട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് നിന്ന് റൂട്ട് പറയോ കറക്റ്റ്? MC റോഡ് വഴിയാണ് നമ്മൾ വന്നത്. മറ്റേ റോഡ് ആകുമ്പോൾ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. NH66 ഇല്ലേ, അത് വന്നിട്ട് കൊല്ലം ബൈപ്പാസ് നമ്മൾ പറയാറുണ്ടല്ലോ, അത് കംപ്ലീറ്റ് പണി നടക്കുകയാണ്. തീരദേശ ഹൈവേ അല്ലേ, അതുകൊണ്ട് മുഴുവനും റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഏകദേശം നല്ല ദൂരം എത്തി. പക്ഷെ നമ്മൾ ഈ റൂട്ടിലൊന്നും അധികം റോഡ് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്മൂത്ത് റോഡായിട്ട്. പിന്നെ വെഞ്ഞാറമൂട് എത്തുന്നതിന് മുമ്പായിട്ട് ഒരിടത്ത് റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അത് തെക്കാട് ഭാഗത്ത് എന്തോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വേറൊരു വഴി കൂടിയാണ് നമ്മൾ വന്നത്. പക്ഷെ അത് എളുപ്പമുണ്ടായിരുന്നു. റോഡൊന്നും വേറെ മോശമുള്ള റോഡല്ല, നല്ല റോഡ് തന്നെയാണ്. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല റോഡാണ്. നല്ല റോഡാണ്. അപ്പൊ ഏകദേശം നമ്മള് നല്ല റോഡ് തന്നെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ റൂട്ട് ചെന്ന് കയറും. എന്നാലും അതുവരെയുള്ള യാത്ര ഓക്കെ ആണ് കേട്ടോ. കാരണം വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, റോഡ് പണിയും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് തിരുവനന്തപുരം അങ്കമാലി തൃശ്ശൂര്, അത് കണ്ണൂര്, അങ്ങനെയാണ് റൂട്ട്. അതല്ല, ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം MC റോഡ് കയറി. MC റോഡ് കയറി ആ ഒരു റൂട്ടാണ് മണ്ണന്തല ആ റോഡാണ് കേട്ടോ. അപ്പൊ ആ റൂട്ടാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മളിനി ബാക്കി പോകുന്ന വഴി പറയാം കേട്ടോ. അപ്പൊ നമ്മളിത് ഏകദേശം കോഴിക്കോട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 3:15. നമ്മൾ ഇടയ്ക്ക് ഉച്ചയ്ക്ക് തൃശ്ശൂർ വെച്ച് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളിതാ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പമ്പൊക്കെ കാണുമ്പോൾ നിർത്തി ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് 3:15 കേട്ടോ. 3:15 നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള കാർ ബെഡിന്റെ കാര്യം. അപ്പൊ ഇടയ്ക്ക് എനിക്കും ചെറിയതായിട്ട് ഒരു ക്ഷീണം വന്ന സമയത്ത് ഞാൻ ഇവിടെ കാർ ബെഡിൽ കയറി ഒന്ന് കിടന്നു കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കാലൊക്കെ നിവർത്തി വെച്ച് കിടക്കാൻ പറ്റും. പിന്നെ നമ്മള് മുതിർന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ചുരുണ്ടുമുടി കിടക്കാൻ കേട്ടോ. എന്നാലും സുഖമാണ് കേട്ടോ. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അത്യാവശ്യം ഒരു മരത്തണലൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. എന്തത് ഇവിടെ മോൻ കിടക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർ ബെഡ് അടിയിലുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ പുറത്തേറ്റ് ഒരു ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെയുള്ള തലയണയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിത് അത്യാവശ്യം വേറെ തലയണയൊക്കെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് പുതപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ച് നമ്മളിതങ്ങനെ സെറ്റ് ചെയ്തേനെ കേട്ടോ. അപ്പൊ നമ്മളിതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തലേ ദിവസം ഏകദേശം ഒരു 9 മണിയായപ്പം കണ്ണൂരെത്തി. അവിടെ നമ്മളൊരു റൂം എടുത്ത് സ്റ്റേ ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോ രാവിലെ ഒരു 7:52 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ ഇറങ്ങി ഇപ്പം കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി നേരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഇവിടെ കിടക്കുന്നത് 142 കിലോമീറ്റർ മംഗലാപുരം. 147 കിലോമീറ്റർ മംഗലാപുരമാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അപ്പം രാവിലെ എല്ലാരും ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ റൂട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റൂട്ടാണ് അല്ലേ? തിരുവനന്തപുരത്ത് നിന്നൊക്കെ പറഞ്ഞവർക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഈ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മളെന്ത് ചെയ്ത് ആ ഫ്ലൈ ഓവർ കയറി. അത് കൊയിലാണ്ടി ഒരു കൃത്യമായിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ ആ ഫ്ലൈ ഓവർ NH66 നല്ല റോഡായിരുന്നു. പിന്നെ കൊയിലാണ്ടി എത്തിയപ്പോൾ നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. പിന്നെ കുറെ ദൂരം കഴിഞ്ഞ് വടകര കഴിഞ്ഞിട്ടാണ് തിരിച്ച് ആ ഫ്ലൈ ഓവർ കയറാൻ പറ്റിയത്. വടകരയൊക്കെ ഇപ്പൊ നല്ല ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ വടകര ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നല്ല പാടായിരുന്നു. ഒന്ന് ചെയ്യാ എന്താണ് ഏകദേശം 1/2 മണിക്കൂർ വരെ ബ്ലോക്ക് കിടക്കും. ഓരോ ഇഞ്ച് വെച്ച് നമുക്ക് അനങ്ങാൻ പോലും പറ്റില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആ ബ്ലോക്ക് വെച്ച് പേടിച്ചു. ഇത്രയും ബ്ലോക്ക് തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഇത് ഒത്തിരി ബ്ലോക്കായിരുന്നു. എന്നിട്ട് ആ ബ്ലോക്കിൽ കിടന്ന് തന്നെ ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് ടയർഡായി പോയി കേട്ടോ. പിന്നെ ബ്ലോക്ക് കഴിഞ്ഞ് നല്ല റോഡ് കിട്ടി. പിന്നെ നല്ല റോഡ് കിട്ടി. ഫ്ലൈ ഓവർ ഒന്നും ഇല്ലാതെ കറക്റ്റ് നല്ല റോഡ് കിട്ടി. കണ്ണൂർ ടൗണിൽ വന്നിട്ട് ആദ്യം കണ്ട ലോഡ്ജ് തന്നെ എടുത്ത്. പിന്നെയും നമുക്ക് ലോഡ്ജ് തപ്പി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് ഫസ്റ്റ് കണ്ട ലോഡ്ജ് തന്നെ എടുത്തു. കുഴപ്പമില്ല, ലോഡ്ജ് അഫോർഡബിൾ ആണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല ലോഡ്ജ് ആയിരുന്നു, നല്ല റൂമായിരുന്നു. പിന്നെ നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തു. പിന്നെ പോയി കഴിക്കാൻ നിന്നില്ല. സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ 3 വെജ് ബിരിയാണി വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ടാണ് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പക്ഷെ 2 മണിയായപ്പോൾ കഴിച്ചു. 2 മണി കഴിച്ചിട്ട് ഉടനെ തന്നെ പിന്നെ രാവിലെ ഒരു 5 വീണ്ടും കിടന്നു. പിന്നെ 5:15 കഴിച്ചിട്ട് റിഫ്രഷ് ആയിട്ട് നമ്മൾ കറക്റ്റ് 5 മണിക്ക് വീട്ടിൽ അവിടെ റൂമിൽ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇറങ്ങിയപ്പോ കഴിച്ചത് 5 മണിക്കാണ്. പിന്നെ കറക്റ്റ് 7:30 ഇറങ്ങി ചായ ഞാൻ വാങ്ങിച്ചോളൂ. ഫാസ്റ്റിൽ പോയി ചായ വാങ്ങിച്ചോളൂ. എല്ലാം കുടിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് പിന്നെ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട് ആ വണ്ടി എടുത്തു. പിന്നെ നേരെ മൂകാംബിക. 7:55 12 മണി കറക്റ്റ് കൊല്ലൂർ എത്തണമെന്നാണ് എന്റെ ഒരു ഐഡിയ. പിന്നെ ഫുഡിന്റെ ടൈം അനുസരിച്ചിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് എന്നാലും 1 മണിക്കകത്ത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ChatGPT ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് റൂട്ടെല്ലാം സെറ്റ് ചെയ്ത്. പക്ഷെ അതെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ, കൃത്യമായിരുന്നു. പക്ഷെ ഇടയ്ക്കുള്ള 2 മണിക്കൂർ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിന്റെതും നമ്മള് നിർത്തി ആഹാരം കഴിക്കുന്ന സമയങ്ങളും പക്ഷെ ടൈമെല്ലാം പക്കയായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ എന്റെ ChatGPT തന്നതും കണ്ണൂര് സ്റ്റേ എന്നാണ് തന്നത്. അത് ആ ഒരു കണക്കിനാണ്. പിന്നെ രാത്രി ഇങ്ങോട്ടുള്ള ട്രാവൽ അത്ര നല്ലതല്ല. അതും ChatGPT ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം വനപ്രദേശമാണ് അങ്ങോട്ട്. പിന്നെ മറ്റേ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി യാത്ര സേഫ് അല്ല. അതുകൊണ്ട് കണ്ണൂര് സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നമ്മൾ പോയ സമയത്ത് കറക്റ്റ് 5:30-6 മണിയപ്പോ നമ്മൾ റൂം എടുത്തിരുന്നു. ഇതിനെ വെച്ച് കേരളമല്ലേ, നമ്മുടെ നാടല്ലേ, നമ്മുടെ സ്വന്തം നാടല്ലേ. അപ്പൊ ചോദിച്ചു പോവാന്ന് വിചാരിച്ചു. അങ്ങനെ 8 മണി വരെ വെയിറ്റ് ചെയ്ത്. 8 മണി ആയിട്ട് റൂം എടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കണ്ണൂർ വന്ന് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോ 9 മണിയായി, കറക്റ്റ് 9 മണിയായി. അപ്പൊ അങ്ങനെയാണ് ഇതുവരെ വന്നത്. ഇല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ റൂം എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പ്ലാനും.
പിന്നെ ഞാൻ എന്തായാലും എത്തട്ടെ, കണ്ണൂർ എത്തട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം അത്രയും കുറച്ച് ഡ്രൈവ് ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ 6 മണി കറക്റ്റ് നമ്മള് കണ്ണൂർ എത്താൻ 147 കിലോമീറ്റർ പിറകെ കിടക്കുകയായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ ചെന്നാൽ എത്രയല്ലേ ഉള്ളൂ, പോയി എത്തിയിട്ട് റൂം എടുക്കാന്ന് ചോദിച്ചാൽ എടുത്തു. അങ്ങനെ രാത്രി 9 മണിയായി. ഇവിടെ നമ്മുടെ നാടല്ലേ, കേരളമല്ലേ, ഇന്ന് പേടിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞങ്ങൾ. അതുപോലെ കാറിൽ ബെഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സേഫ് ആയിരുന്നു. കുട്ടികൾക്ക് എനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ബെഡ് വാങ്ങിച്ചിട്ട് ഇതുവരെ ഞാൻ കാർ ബെട്ടി കിടന്നുറങ്ങില്ല. അപ്പൊ ബെഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് വേറെ പ്രശ്നമില്ല, ഇല്ലായിരുന്നു. ഒരു കിടന്നുറങ്ങാനും ഒക്കെ എളുപ്പം. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 17 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചേട്ടോ. 17 മണിക്കൂർ കാലത്ത് 4 മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഒരു സെക്കൻഡ് പോലും ഉറങ്ങില്ല കേട്ടോ. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചു. അതോടെ പറയണ്ടേരുന്നു അതിനെ പറ്റി പൊക്കി പറയണ്ടേ. ആ ശരി, അടുത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നേരെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മംഗലാപുരം. ഓക്കെ.